കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാജില ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ടെങ്കിൽ ഷാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ആ കുടുംബത്തിൽ നിന്ന് താനുണ്ടെങ്കിൽ ഒരുപാട് കാര്യം അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടാക്കി ഇത് കണക്ക് ഷാനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റിച്ചിട്ട് പോകാൻ നോക്കുവാണെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. നമ്മൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മദ്യപിച്ചൊക്കെ രീതിയിലായിരുന്നു ഷാനു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഷാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും അവളുമായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഒന്നിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ നാജില ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുണ്ടെങ്കിൽ ഷാനുമായിട്ട് ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും നാൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വട്ടമുണ്ട് ഈ ഒരു അടിച്ചു പിഴിഞ്ഞു ഇനി തിരിഞ്ഞൊന്നും വരാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നിച്ചൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായിരുന്നാലും ഈ വട്ടം ഉണ്ടെങ്കിൽ ഷാനുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവളെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതോടെ തന്നെ എൻ്റെ അമ്മയുണ്ടെങ്കിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ വയസ്സാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയും, അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ കേട്ട് നിൽക്കണം, അത്രേ വഴിയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നാജിലയെ വെറുതെ വിടത്തില്ല. അവളെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും ഒന്നിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.